ഇതിൻ്റെ അവസാനം ഇങ്ങനെയായിരിക്കുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അടിമലത്തറ ചെല്ലുന്നത്. അവിടെ മാസ് കഴിഞ്ഞ സമയത്തേക്കും ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിനി വീട്ടിൽ ചെല്ലാൻ വേണ്ടിയിട്ട് ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കടപ്പുറം ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ചെറുതായിട്ടൊന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കടപ്പുറത്തോട്ട് ചെല്ലുന്നത്. അപ്പോൾ നമ്മളും പ്രതീക്ഷിച്ചില്ല, വളരെ അദൃശ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കപ്പൽ, ചരക്ക് കപ്പൽ ഇങ്ങനെ പോകുന്നത് കണ്ടത്, കണ്ടെയ്നേഴ്സൊക്കെ കൊണ്ട്. അപ്പോൾ 2 കപ്പലുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതായത് വിഴിഞ്ഞത്തുനിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആ സമയം കണ്ടുകൊണ്ടിരുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കപ്പലിനെ ഞാൻ നേരിൽ കാണുന്നത്, അതും തൊട്ടടുത്ത്. അതായത് ഇത്രയും വലിപ്പമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് അറിയാം. ഞാൻ ടി വിയിലും പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നിരുന്നാൽ കൂടി ഞാൻ ആദ്യമായിട്ടാണ് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കപ്പൽ കാണുന്നത്, അതും ഇതുപോലെ ഒരു കണ്ടെയ്നേഴ്സൊക്കെ കൊണ്ടുപോകുന്ന കപ്പൽ. പിന്നീട് ന്യൂസ് കേട്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയത്. കാരണം ഇതിലൊരു കപ്പൽ കടലിൽ താണിട്ടുണ്ടെന്ന കാര്യം ആദ്യം വിഷമം തോന്നിയെങ്കിലും അതിലെ ജീവനക്കാരൊക്കെ രക്ഷപ്പെടുത്തിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി ആശ്വാസം തോന്നിയിരുന്നു.